ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം മൂലം 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് മെയ് മാസം 15 വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. വ്യാഴം രാശിക്ക് എപ്പോഴൊക്കെയാണോ വളരെ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത്, ആ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. 2024 ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന കാലഘട്ടമാണ്. ആ വക്രഗതി കാലഘട്ടത്തിൽ അത്രമേൽ വലിയ ഗുണഫലങ്ങൾ വ്യാഴത്തിൽ നിന്ന് ലഭിക്കാറില്ല. വ്യാഴത്തിൻ്റെ വക്രഗതി പൂർണ്ണമായിട്ട് 2025 ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ആ വക്രഗതി വിട്ടുമാറി വ്യാഴം നേർരേഖ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നത്. മുന്നോട്ട് മെയ് 15 വരെയാണ് ഈ ഒരു കാലം. ഈ ഒരു സമയം ഒരു 6 രാശികളിൽ ജനിച്ച നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ജനന ജാതകപ്രകാരം വ്യാഴത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ജനന ജാതകമെന്നുണ്ട്. അത് അവരവരുടെ ജനന തീയതി, ജനന സമയം, സ്ഥലമൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നതിനാണ് ജാതകം അഥവാ ഗ്രഹനില എന്ന് പറയുന്നത്. എപ്പോഴും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോഴാണെങ്കിലും മുന്നോട്ടുള്ള ഭാവിയിൽ ലഭിക്കുന്ന ഗുണദോഷ ഫലങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ പറയുന്നത് വ്യാഴം മെയ് മാസം 15-ാം തീയതി വരെ നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും യോഗങ്ങളും ലഭിക്കുന്ന ഒരു 6 രാശിക്കാരെ പറ്റിയാണ്. അതിലാദ്യം മേടം രാശിക്കാരാണ്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഇടവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം 2-ാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടം വ്യാഴം ആ വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന ഒരു സമയമായതുകൊണ്ടാണ് കഴിഞ്ഞ 3-4 മാസമായിട്ട് അത്രമേൽ വലിയ നേട്ടങ്ങളോ നന്മകളോ ഒന്നും ലഭിക്കാതിരുന്നത്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ മെയ് 15 വരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ധനസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളൊക്കെ വിട്ടുമാറും. അപ്രതീക്ഷിതമായിട്ടുള്ള പണവരവ്, ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം, ആ കുടുംബത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറും. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന കാലമാണ് മുന്നോട്ടുള്ളത്. ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ്. അതുപോലെ ശുഭച്ചിലവുകൾ ധാരാളമായിട്ട് വരുന്ന ഒരു സമയവും കൂടെയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള ശുഭച്ചിലവുകൾ വന്നു ചേരും. ചിലരെ സംബന്ധിച്ചൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗമോ ഗൃഹം നിർമ്മിക്കാനുള്ള യോഗമോ ഒക്കെ ഈ ഒരു സമയത്ത് വരും. വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരും. വിദേശ യാത്ര, വിദേശവാസം, വിദേശ ജോലിക്കുള്ള ഒരു നല്ല സമയവുമാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. അത്രമേൽ നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. ഇപ്പോൾ ഈ ഒരു കാലം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 15 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള പല നല്ല ഗുണാനുഭവങ്ങളും ഒക്കെ വന്നു ചേർന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വാക്കിന് തന്നെ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അത്രമേൽ ശുഭമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയം. അതുകൊണ്ട് ഈ ഒരു സമയം നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മെയ് 15 വരെയുള്ളൊരു സമയം വ്യാഴത്തിൽ നിന്ന് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മെയ് 15 വരെയുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ, എത്ര വലിയ കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്കതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്ക തരത്തിൽ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു നേട്ടം വന്നു ചേരും. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന സമയം. ആശുപത്രി രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക, അതുപോലെ കാലാകാലങ്ങളായി നിങ്ങൾ തുടർച്ചയായി നടത്തി വരുന്ന പല ചികിത്സകൾക്കും അതിനൊക്കെ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകൾക്കൂടൊക്കെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. അങ്ങനെ എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, നന്മകൾ, ഭാഗ്യമൊക്കെയാണ് വ്യാഴം നൽകുന്നത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ജോലി ചെയ്യുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ എടുത്തു പറയത്തക്ക ഒരു ധനലാഭം ലഭിച്ച് കാണാനുള്ള ഒരു സാധ്യതയില്ല. ഒരു സമ്പാദ്യം, ഒരു സേവിങ്സ് എന്ന് പറയുന്നത് പോലെ 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവൊക്കെ അനുഭവത്തിൽ വന്നിരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു ചെറുതാണെങ്കിലും ഒരു ധനവരുമാനം, ഒരു സമ്പാദ്യമൊക്കെ ലഭിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അതായത് നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസം, തടസ്സം, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള ഒരു വിവാഹം വന്നു ചേരുന്ന സമയം. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും നിങ്ങൾക്ക് ഒരു സുഖം, സന്തോഷം, തൃപ്തി വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു സമയം കർക്കിടകം രാശിക്കാർ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മെയ് 15 വരെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ വ്യാഴം നൽകും. അത്രമേൽ ശുഭമായിട്ടുള്ള സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭം. നേർരേഖ സഞ്ചാരം, വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവമായിട്ട് വന്നു ചേരുന്നു. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന പല നന്മകളും നിങ്ങൾക്ക് വന്നു ചേരും. മനസ്സിനും ശരീരത്തിനും സുഖം, സന്തോഷം, തൃപ്തി ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖം അനുഭവത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് പോകണം. ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകണം. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുക. കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു സുഖം, സന്തോഷം, സമാധാനം ഉണ്ടാകണം. അങ്ങനെയുള്ള എല്ലാവിധ നന്മകളും നൽകുന്ന തരത്തിലാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം ഇടവത്തിലാണ് നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. ഇടവമെന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാധിപനായ ശുക്രൻ്റെ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ്, പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിച്ച നല്ലൊരു ജോലി ലഭിക്കുന്നത് മുഖാന്തരം, അല്ലെങ്കിൽ നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുന്നത്, ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം, ഇതുപോലെ പല കാര്യങ്ങളിലാണ് ഭാഗ്യം വരുന്നത്.
അതുപോലെ ചിലരെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണമെന്നോ ഒരു ഭവനം നിർമ്മിക്കണമെന്നോ ഉള്ള ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു ഈശ്വരൻ എല്ലാ നന്മകളും നൽകുന്ന സമയവും കൂടിയാണ്. ഈ ഒരു സമയം നിങ്ങൾ കന്നിരാശിക്കാർ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. സമയം വളരെ അനുകൂലമാണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് മാസങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നന്മകൾ സംഭവിക്കാൻ ഒരുപാട് കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെയോ ആവശ്യമില്ല, ഒരു നിമിഷം മതി. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നു. മംഗളകരമായ വിവാഹം നടക്കുന്ന സമയമാണ്. അതുപോലെ സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കും. ഈ ഒരു സമയത്തെ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന, നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന സമയം എന്ന് തന്നെ പറയാം. പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ വ്യാഴം നിങ്ങൾക്ക് 7ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം, അതും നേർരേഖയിൽ പൂർണ്ണ ബലവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം, നന്മകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഭൂമി സംബന്ധം, സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. പലർക്കും ഈ ഒരു സമയം അപ്രതീക്ഷിതമായൊരു ഭൂമി യോഗം വന്നു ചേരുക, അതുപോലെ ഒരു ഭൂമിയുണ്ട്, അത് കാലാകാലങ്ങളായി ഒന്ന് വിൽക്കണമെന്ന് പരിശ്രമിക്കുന്നു. അത് വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ഭൂമി വിൽക്കുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറി ഭൂമി നല്ല രീതിയിൽ വിൽക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരികയും ചെയ്യുന്ന സമയമാണ്. അതുപോലെ ഭൂമി വാങ്ങാനും ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗമൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തുവകകൾ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വൃശ്ചികം രാശിക്കാരെ പറ്റി പ്രത്യേകം പറയാനുള്ളത്, വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് മനസ്സിന് സമാധാനം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. നിങ്ങളുടെ സന്താനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാവുക, വിദ്യാഭ്യാസം ലഭിക്കുക, നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സമയം, കുട്ടികളുടെ മംഗല്യം, വിവാഹം നടക്കുന്ന സമയം, അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയം. കാലാകാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായ ദമ്പതികളുണ്ടെങ്കിൽ ആ സന്താന ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. കുടുംബത്തിലൊക്കെ ഒരു സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അവസ്ഥകൾ, ആ ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും സംഭവിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കൈകളിൽ നിന്ന് കൊടുത്ത പണം തിരികെ ലഭിക്കാനായിട്ട് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ മുമ്പേ കൊടുത്ത പണമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സന്തോഷമൊക്കെ നൽകുന്ന തരത്തിലാണ് ഈ ഒരു വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരിക. കാരണം വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി, ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് പല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു തെളിച്ചം, ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയം. വൃശ്ചികം രാശിക്കാരായ ഓരോ വ്യക്തികളും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയം വളരെ വളരെ ഉത്തമമാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വരും. ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ, വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയം. നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, നന്മകൾ ഒക്കെ വന്നു ചേരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം.
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരിശ്രമിച്ച് നിങ്ങൾക്ക് അത് സാധ്യമല്ല എന്ന് കരുതി ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് നിങ്ങളാൽ പൂർത്തീകരിക്കാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളാകും ഉണ്ടാവുക. ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കർമ്മം മുഖാന്തരം നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനലാഭം ലഭിക്കുന്ന സമയം. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം വന്നു ചേരുക. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യമായ പാഴ്ചിലവുകൾ വരാതെ അത് നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള ചിലവുകളായി മാറുക. പണം നിങ്ങളുടെ കൈകളിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥ വന്നു ചേരും. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈയൊരു നന്മകൾ നൽകുന്ന ഗ്രഹമാണ്. പ്രത്യേകിച്ചും മകരം രാശിക്കാരെ സംബന്ധിച്ചും എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം, സന്തോഷം, സുഖം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് വ്യാഴം നൽകുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള നല്ല തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന സമയം. മനസ്സിനെ അലട്ടിയിരുന്ന ചിന്തകൾ അല്ലെങ്കിൽ ആ വിഷമങ്ങളൊക്കെ വിട്ടുമാറി അത്രമേൽ മനസ്സിന് ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. അപ്രതീക്ഷിതമായിട്ട് ശുഭ ചിലവുകൾ മകരം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണിത്. ഒരുപാട് ശുഭകരമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരും. ശുഭ ചിലവുകൾ നടക്കണമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധനവരവുണ്ടാകണം. ആ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അങ്ങനെ ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹത്തിനൊക്കെ തടസ്സമുണ്ടായിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹം നടക്കുക എന്ന് പറയുന്നതും ഒരു ശുഭകരമായ, മംഗളകരമായിട്ടുള്ള ഒരു ചിലവാണ്. അതുപോലെ വിദേശത്ത് ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ജോലിക്ക് വേണ്ടി വിദേശ യാത്ര ചെയ്യുന്നതും ഒരു ശുഭച്ചിലവായിട്ട് വരും. ഇങ്ങനെയുള്ള ശുഭച്ചിലവുകൾ മകരം രാശിയിൽപ്പെട്ട പലരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവരെ സംബന്ധിച്ച് ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഭാഗ്യമൊക്കെ വരും. അതും ഒരു ശുഭച്ചിലവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ മകരം രാശിക്കാർക്ക് മെയ് 15 വരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് മാനസികമായിട്ട് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ചിലർക്ക് കർമ്മസംബന്ധമായ മറ്റു കാര്യങ്ങളായിരിക്കും. എന്തു തന്നെ ആയാലും നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ മാറ്റം വന്ന് മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന ഒരു അനുഭവമാകും ഉണ്ടാവുക. ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരും. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിക്കൂ. വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം ഒരുപാട് നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് ശുക്രൻ്റെ രാശിയായ ഇടവത്തിൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ വരുന്നത് നിങ്ങളുടെ കർമ്മം, നിങ്ങൾ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടാണ്. കുംഭം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി കർമ്മമേഖല സുഗമമായി മുന്നോട്ട് പോകും. അവരവർ ചെയ്യുന്ന ജോലി, കർമ്മത്തിൽ നിന്ന് നല്ല ധനവരുമാനം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ ഒരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ ആ ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒന്ന് വിട്ടുമാറിയ ബിസിനസ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവുമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് ഒരു നല്ല നേട്ടം ഒക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ ഈ ഒരു 3-3.5 മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലൊക്കെ വിദേശത്ത് ആ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്കും സമയം വളരെ അനുകൂലമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം ലഭിക്കുക, അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. ഇപ്പോൾ വിസ കാലാവധിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് തന്നെ പുതിയ വിസ ലഭിക്കുന്ന ഒരു അനുഭവമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതുപോലെ പുതിയ ചില ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ ഈ ഒരു സമയത്ത് പലർക്കും ആരംഭിക്കുവാനും സാധിക്കും. അപ്രതീക്ഷിതമായിട്ട് ഒരു ധനവരവ് വന്നു ചേരും.
സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു പണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പാദ്യമൊക്കെ വന്നു ചേരും. ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. മനസ്സിന് സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിൽ ജീവിതത്തിൽ ഒരു അനുഭവങ്ങൾ വന്നു ചേരുക. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി ആ കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോവുകയും അതിലൊക്കെ നിങ്ങൾക്കൊരു പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയവുമാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഒരു ഈശ്വര അനുഗ്രഹമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം ലഭിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊരു മാറ്റം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി ഒരു സമാധാനപരമായ അന്തരീക്ഷം ജീവിതത്തിൽ ഉണ്ടാവുക, ഒരു സ്വസ്ഥത, സുഖം, സമാധാനം ലഭിക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. സാമ്പത്തികപരമായിട്ട് എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനേക്ക് അതിജീവിക്കാൻ തക്ക തരത്തിലൊരു ധനവരുമാന മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിയും. അതാണ് നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണെന്ന് പറയുന്നതും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലം മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.